പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കുന്നത് +1 അക്കൗണ്ടൻസിയിലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫസ്റ്റ് എന്ന ചാപ്റ്ററാണ്. ഈ പാഠത്തിലെ ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് പഠിച്ചു, അതിലുള്ള ഐറ്റംസ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇൻ ടുഡേസ് സെഷൻ വി വിൽ ഡിസ്കസ് ഹൗ ടു പ്രിപ്പയർ എ ട്രേഡിംഗ് അക്കൗണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിലേക്ക് പോവാം. The question is, prepare a trading account. The items are opening stock 12,500. ഒരു പേപ്പറിൽ എഴുതിയെടുക്കുക. Opening stock 12,500. Purchase 22,000. Purchase return 2,000. Wages 2,000. Carriage inward, that is that expense. Carriage inward 500. Sales 57,000. 57,000 രൂപ. Sales return 3,000. Closing stock 15,000. These are the items given in this question. You are asked to prepare a trading account. നിങ്ങളോട് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് എൻ അക്കൗണ്ട്. നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പഠിച്ചതുപോലെ തന്നെ ഇതൊരു അക്കൗണ്ട് ആണ്. രണ്ട് സൈഡാണുള്ളത്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അതിനൊരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ ഒരു ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഡെബിറ്റ് ഉണ്ടായിരിക്കും. നമുക്ക് അറിയുന്ന കാര്യമാണ്. അഗൈൻ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ട്രേഡിംഗ് അക്കൗണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? ക്ലോസിംഗ് എൻട്രീസും അതിൻ്റെ ഫോർമാറ്റൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് സ്റ്റാർട്ട് വിത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓർമ്മയില്ലേ? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് ഇതാ ഓപ്പണിംഗ് സ്റ്റോക്ക് 12,500, 12,500 രൂപ. ഡെബിറ്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് 12,500 രൂപ. നെക്സ്റ്റ് വൺ നെറ്റ് പർച്ചേസ് ആണ്. പർച്ചേസ് ആണ് അടുത്ത ഐറ്റം. പർച്ചേസ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നെറ്റ് പർച്ചേസ് ആണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് നോക്കണം, പർച്ചേസും പർച്ചേസ് റിട്ടേൺ ഉണ്ടോ എന്ന് നോക്കണം. പർച്ചേസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് എഴുതാം. ബട്ട് ഇഫ് ഇൻ യുവർ ക്വസ്റ്റ്യൻ an item purchase return is there, you should deduct that item from the purchase and find out net purchase and write the net amount in the outer column, that is an amount column. So here two items are there, purchase and purchase return. പർച്ചേസ് ഉണ്ട്, പർച്ചേസ് റിട്ടേൺ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഇവിടെ എഴുതാമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾ എഴുതേണ്ടത് പർച്ചേസ് ആണ്. ടു പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് 22,000 ഇന്നർ കോളത്തിൽ എഴുതുക. 22,000 ഇന്നർ കോളത്തിൽ എഴുതുക. ലെസ് പർച്ചേസ് റിട്ടേൺ, അതിനകത്ത് നിന്നും ലെസ് പർച്ചേസ് റിട്ടേൺ, PR ഞാൻ എഴുതിയിട്ടുള്ളൂ, നിങ്ങൾ കറക്റ്റ് എഴുതുക. ലെസ് പർച്ചേസ് റിട്ടേൺ 2,000 റുപ്പീസ്, 2,000 രൂപ പർച്ചേസ് റിട്ടേൺ ആണ്. എമൗണ്ട് വരുന്നത് 20,000 ആണ്, 20,000 രൂപയാണ്. ആ 20,000 ആണ് നെറ്റ് പർച്ചേസ്. പർച്ചേസിൽ നിന്നും പർച്ചേസ് റിട്ടേൺ കുറച്ച് കിട്ടിയ എമൗണ്ട് ആണ് നെറ്റ് പർച്ചേസ്. ആ 20,000 എന്ത് ചെയ്യുക? എമൗണ്ട് കോളത്തിൽ എഴുതുക. ആ 20,000 എമൗണ്ട് കോളത്തിലേക്ക് എഴുതുക. ഓക്കെ. നെക്സ്റ്റ് വൺ ഡെബിറ്റ് സൈഡിലെ അടുത്ത ഐറ്റംസ് ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഫോർമാറ്റിനകത്ത് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിനകത്ത് ഇൻഡിവിജ്വലി എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് എഴുതണം. അപ്പോൾ ഏതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസുകൾ? ദ വേജസ് ഈസ് എ ഡയറക്റ്റ് എക്സ്പെൻസ്. സോ യു ക്യാൻ റൈറ്റ് ഡയറക്ട്ലി ദ തേർഡ് ഐറ്റം വേജസ്. 2,000, 2,000 രൂപ കൂലി കൊടുത്തു. നെക്സ്റ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ദ ക്യാരേജ് ഇൻവേർഡ്. ക്യാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടത്തുകൂലി. ഇൻവേർഡ് മീൻസ് we are bringing some goods into our factory, and while bringing some goods into our factory we need to pay some carrying charge. The carriage inward means carriage on purchase. Carriage inward ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. carriage outward ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഒരിക്കലും മാറാൻ പാടില്ല. carriage എന്ന് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. അത് carriage on purchase ആണ്. നമ്മൾ സാധനങ്ങൾ ഫാക്ടറിക്കകത്തേക്ക് കൊണ്ടുവരുന്ന സമയത്തുള്ള എക്സ്പെൻസ് ആണ് ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരേജ് ഇൻവേർഡ് 500, അതും ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്യാരേജ് ഇൻവേർഡ് എത്രയാണ്? 500 ആണ്, 5,000 അല്ല, 500 രൂപ. നെക്സ്റ്റ് വൺ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്തത് സെയിൽസ് റിട്ടേൺ, ക്ലോസിംഗ് സ്റ്റോക്ക്, അത് മൂന്നും ക്രെഡിറ്റ് സൈഡ് ഐറ്റംസ് ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് എപ്പോഴും ഈ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ബൈ ഹാർട്ട് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും തെറ്റില്ല. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്, അവിടെ വരുന്നത് സെയിൽസ് ആണ്. ക്രെഡിറ്റ് സൈഡിൽ ഫസ്റ്റ് ഐറ്റം സെയിൽസ് ആണ്. ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡ് എമൗണ്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം ഏതാണ്? നമ്മൾ ഇക്വേഷൻ പഠിച്ചില്ലേ?
ഇക്വേഷൻ പഠിച്ചില്ലേ? എന്താ ഇക്വേഷൻ പഠിച്ചേ? ഗ്രോസ് പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓർമ്മയില്ലേ? നെറ്റ് സെയിൽസ്. ആ നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്രെഡിറ്റ് സൈഡ് ഐറ്റംസ് ആണ്. മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ്. ഓർമ്മയിലാക്കാം, ഞാൻ വീണ്ടും സമയം കളയുന്നില്ല. അപ്പോൾ എന്താണ് ഇവിടെ ക്രെഡിറ്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം സെയിൽസ് ആണ്. ക്രെഡിറ്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം സെയിൽസ് ആണ്. സെയിൽസ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നെറ്റ് സെയിൽസ് ആണ് ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. അപ്പൊ ചോദ്യത്തിൽ നോക്കുക, സെയിൽസും ഉണ്ട് സെയിൽസ് റിട്ടേണും ഉണ്ട്. അപ്പൊ സെയിൽസ് റിട്ടേൺ ഉള്ളത് കൊണ്ട് ഈ സെയിൽസ് എമൗണ്ടിനെ ഇന്നർ കോളത്തിൽ എഴുതുക. ഇന്നർ കോളത്തിൽ എഴുതുക 57,000, 57,000 രൂപ. അപ്പൊ ഇവിടെ ഒരു ടിക്ക് ഇടുക. എപ്പോഴും നിങ്ങൾ ഒരു ഐറ്റം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ടിക്ക് മാർക്ക് ഇടുക, എന്നാൽ മറന്ന് ഒന്നും വിട്ടുപോയില്ല. അതുപോലെ ലെസ് സെയിൽസ് റിട്ടേൺ. ലെസ് സെയിൽസ് റിട്ടേൺ എത്രയാ? 3,000, 3,000 രൂപ സെയിൽസ് റിട്ടേൺ ആണ്. 57,000 നിന്നും 53,000 രൂപ കുറക്കുക. 54,000, 54,000 രൂപ. 54,000 എന്നുള്ള എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. 54,000 എന്നുള്ള എമൗണ്ട് എന്ത് ചെയ്യുക? ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. അപ്പോൾ അവിടെയും ടിക്ക് കിട്ടും. നെക്സ്റ്റ് വൺ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ലാസ്റ്റ് ഐറ്റം, ട്രേഡിംഗ് അക്കൗണ്ടിലെ ലാസ്റ്റ് ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അപ്പോൾ താഴെ ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്. ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് 15,000, 15,000 രൂപ. 15,000 രൂപ. അപ്പോൾ നമ്മൾ ഐറ്റംസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ടോട്ടൽ ചെയ്യണം. ഇതിനെ ടോട്ടൽ ചെയ്യണം, ബാലൻസ് ചെയ്യണം. ടോട്ടൽ എന്നല്ല പറയേണ്ടത്, ബാലൻസിങ് ആണ്. അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? രണ്ട് സൈഡിൻ്റെയും ടോട്ടൽ ഏത് സൈഡാണ് അധികമെന്ന് നോക്കുക. ഏത് സൈഡാണ് അധികമെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഏത് സൈഡാണ്? ഇപ്പം ട്രേഡിംഗ് അക്കൗണ്ട് മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ക്ലോസ് ചെയ്യില്ല, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചെയ്തു പോകും. അത് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാവും. ഓക്കെ. അപ്പം ഇവിടെ അധികം വരുന്നത് ക്രെഡിറ്റ് സൈഡാണ് അധികം വരുന്നത്. 54, 64, 69,000 രൂപ. 69,000 ആണ്. 69,000 ആണ് ക്രെഡിറ്റ് സൈഡാണ് അധികം. ക്രെഡിറ്റ് സൈഡാണ് അധികം. 69,000 രൂപ. ആ 69,000 രൂപ ഡെബിറ്റ് സൈഡിലേക്കൂടെ റീറൈറ്റ് ചെയ്യാം. ഡെബിറ്റ് സൈഡിലേക്കൂടെ റീറൈറ്റ് ചെയ്യാം. നമ്മൾ അന്ന് പഠിച്ചില്ല അക്കൗണ്ടിന്റെ ബാലൻസ്. ഇങ്ങനെയുള്ള അക്കൗണ്ടിനെ നേരെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ബാലൻസിങ്. അപ്പൊ 69,000 രൂപ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് സൈഡിലേക്ക് റീറൈറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 69,000 നിന്നും 69,000 മൈനസ് 500 മൈനസ് 2,000 മൈനസ് 20,000 മൈനസ് 12,500 ആ എമൗണ്ടിന് നമ്മൾ കുറച്ച് കിട്ടുന്ന എമൗണ്ട് അത് വരുന്നത് 34,000 ആണ്. നിങ്ങൾ ചെയ്തു നോക്കുക. 34,000 രൂപയാണ് ബാലൻസ് വരുന്നത്. 34,000 രൂപയാണ് ബാലൻസ് വരുന്നത്. ഈ ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, നമ്മൾ നോർമൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നോർമലി ബാലൻസ് എന്ന് എഴുതി, ബാലൻസ് എന്ന് പറഞ്ഞിട്ട് മാത്രം എഴുതി. ഇവിടെ ഈ ബാലൻസ് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, ക്രെഡിറ്റ് സൈഡാണ് അധികമെങ്കിൽ, ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം സൈഡാണ്, സെയിൽസിന്റെ സൈഡാണ്. ഇൻകം സൈഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനേക്കാൾ അധികമാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബാലൻസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അല്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇതൊക്കെ. അഗൈൻ സമയം കളയേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തീർക്കാം. അപ്പോൾ ഈ കാണുന്ന 34,000 എന്ന് പറയുന്നത് എന്താണ്? കമ്പനിയുടെ അല്ലെങ്കിൽ ഈ ബിസിനസിന്റെ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഈ ബിസിനസിന്റെ ഗ്രോസ് പ്രോഫിറ്റ് ആണ് ഈ കാണുന്നത്. ഓക്കെ. ഇനി ഈ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഈ ഗ്രോസ് പ്രോഫിറ്റ് എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രോസ് പ്രോഫിറ്റിനെ ഒരു എൻട്രി പാസ്സാക്കിക്കൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. ഈ ഗ്രോസ് പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 34,000 രൂപ താഴെ കൂടെ എഴുതണം. അതിപ്പോൾ ഇവിടെ നിർബന്ധമില്ല, പക്ഷെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ബാലൻസ് വെച്ചിട്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? പിന്നെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് ഗ്രോസ് ലോസ്, ഇനി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗ്രോസ് ലോസ് ആണെന്ന് വിചാരിക്കുക. ഇഫ് ഇറ്റ് ഇസ് ഗ്രോസ് ലോസ്, ഇതെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗ്രോസ് ലോസ് ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ആ ഗ്രോസ് ലോസിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ബൈ ഗ്രോസ് ലോസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക്, അതായത് ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ഈ ബ്രോഡ് ഡൗൺ ചെയ്യുന്നത്. അതുകൂടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കത് ആവശ്യമായിട്ട് വരും. ഓക്കെ.
അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല എങ്കിൽ 2, 3, 4 തവണ ക്ലാസ് കാണുക. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്